നമ്മള് പടിപ്പരെ പോയി. അവളെ ഏതുവരെ എണ്ണി? 50 വരെ എണ്ണിയാ? എപ്പോ? 50 വരെ ഒന്നും എണ്ണിയില്ല. ഒളിക്കാൻ സമയം കിട്ടിയില്ല. ശരി, സമയം കിട്ടിയില്ല. രണ്ടായിട്ട് പകല് നേരം ഇവിടെ നോക്കിക്കായിരുന്നു. സാരില്ല. അപ്പൊ ലച്ചു എണ്ണും. നിനക്ക് വരെ എനിക്ക് സ്ഥലം വേണ്ടേ? പാവൻ ലച്ചു. ഓക്കെ, വാ പോവാ. അല്ല ആ അമ്മു അണച്ച എന്റെ പിന്നാലെ വന്നോ? എന്റെ പിന്നാലെ വന്നോ അമ്മു? പാടി നമുക്ക് ഒരുമിച്ച് വിളിക്കാം. ഓക്കെ ശരി, വേണ്ട. ഓക്കെ, വേഗം ഓടാം. നമ്മൾ വീടിൻ്റെ പിന്നെ പോവാണ്. അവിടെ ഒരു റൂം പോലത്തെ ഒരു സാധനമുണ്ട്. അതിൻ്റെ ഉള്ളിൽ കയറാം നമുക്ക്. കയറാൻ പോവാണ്. ചിലപ്പോൾ വല്ല പാമ്പ് വല്ലതും ഉണ്ടാവും. പാമ്പ് വല്ലതൊക്കെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. വാതിലടയ്ക്കാം. ഇത് ഇവിടുത്തെ പഴയ ടോയ്ലറ്റാണ് തോന്നുന്നു. ലച്ചു ഇതിന് വരുമോ നോക്കാം. ഫ്ലാഷ് ഓഫ് ചെയ്യാം. ഓക്കെ, ലച്ചു ചിലപ്പോൾ ഇതിനെ വരും. വന്നാൽ നമ്മളെന്തായാലും കാണും. ഓക്കെ, കാണണല്ലേ? ഓക്കെ, അപ്പോൾ അമ്മൂനെ സാറ്റ് അടിച്ചു. ഞാൻ മാത്രമാണുള്ളത്. അവളെന്തായാലും പിന്നെ കൂടെ വരും. അപ്പോൾ ചിലപ്പോൾ ക്യാമറ കാണാൻ ചാൻസ് ഉണ്ട്. അത് നമുക്ക് നോക്കാം. ഇതേനം വരും, ചിലപ്പോൾ അതേനം വരും. ഇവിടെ കണ്ടോ ഡിഷൊക്കെയാണ്. ഡിഷ്, ആവശ്യമില്ലാത്ത ഡിഷ്, പലക ഒക്കെ ഉണ്ട്. മറിച്ച് മാറാനാണ്. ഇവിടെ ആരും വരാറില്ല. ലച്ചുനി വരുന്ന വരെ നമുക്ക് കാത്തിരിക്കാം. വേറെ വഴിയില്ല. അവളുടെ സൗണ്ട് ഒക്കെ ഉണ്ട്. അവൾ അധികം തന്നെ ചുറ്റിക്കറങ്ങുന്ന തോന്നണേ. വെയിറ്റ് ചെയ്യാം. ലച്ചു വന്നു. അതുപോലെ ചോദിക്കുന്നുണ്ട് ലച്ചുവിൻ്റെ അടുത്ത് എന്തൊക്കെയൊക്കെയോ. അതോ ഗൈസ് ലച്ചു അടുത്തോട്ട് വരുന്നു. കാറിൻ്റെ അവിടെ ഉണ്ട്. ഇപ്പൊ കാണും. കണ്ടു, ക്യാമറ കണ്ടു. ക്യാമറ ഓട്ടാണ്, ഓട്ടം. തുറക്കടയോടെ ഓടിക്കോ. അതിനെ വേണ്ട, കളിക്കണ്ടോ? നന്നായി ഓടിക്കോ. ഞാനടിച്ചു. പടിപ്പുരയില് സാറ്റിന് പറഞ്ഞല്ലോ. ഞാൻ സൈഡിലാണ് പടിപ്പുരയുടെ സൈഡിൽ ഒളിച്ചു. അതൊന്നും കൂട്ടില്ല. അതൊക്കെ അത്ര തന്നെ വേണ്ടു. ലച്ചുവിന് ഓടിപ്പോയി സാറ്റ് അടിച്ചാൽ മതിയായിരുന്നു. അവള് വന്ന് തുറന്നു വാതില്. അതുകൊണ്ട് എന്നെ സാറ്റ് അടിച്ചില്ല. ഇനി അമ്മ എണ്ണണം. ഞാൻ ഊഞ്ഞാല എവിടെയാണ്? ഓടി ക്ഷീണിച്ചു. കാരണം കുറച്ചു നേരം നമുക്ക് വെറുതെ ഇരിക്കാം. ലച്ചു അതാവും ആ ഊഞ്ഞാലാടാൻ പോണു. അമ്മു ഈ ഊഞ്ഞാലാടാൻ പോണു. ഊഞ്ഞാലൊന്നല്ല, ഒരു കയറ് പോലെ ഒരു സാധനം. കുറച്ചു നേരം റെസ്റ്റ് ഉള്ളേ. ഓക്കെ, അപ്പൊ റെസ്റ്റ് കഴിഞ്ഞിട്ട് ബാക്കി കാണാം. ആയി ഞങ്ങളുടെ റെസ്റ്റ് തീർന്നു. ഇനി അടുത്ത ആരാ എണ്ണാൻ? അമ്മു അല്ലേ? ഓക്കെ, അമ്മു എണ്ണു. റെസ്റ്റ് തീർന്നു.
ആയിട്ടില്ല ആയിട്ടില്ല അമ്മൂസേ ആയിട്ടില്ല ആയിട്ടില്ല. സ്ഥലം കിട്ടിയില്ല. ഞാനും വരെ. അയ്യോ എൻ്റെ പോ. ആഹാ ഓക്കെ സെറ്റ് എണ്ണിക്കോ. ഏയ് മാ ഗൈസ് നമ്മള് മതിലിന്റെ ഇവിടെ വന്ന് ലച്ചു നീച്ചിക്കാണ്. അവളെ എന്തായാലും കാണും പെട്ടെന്ന്. നീച്ചിട്ടുണ്ട്. അമ്മ എണ്ണി കഴിഞ്ഞു. ഇനി എന്താവെന്ന് അറിയില്ല. ഏയ് ആ സൗണ്ട് ഉണ്ടാക്കല്ലേ ലച്ചു. അവളവിടെ തന്നെ നിൽക്കുന്നുണ്ട്. അവളിങ്ങോട്ട് നോക്കി അപ്പൊ കാണും എന്നെ. അയ്യോ നോക്കുന്നുണ്ട്. അമ്മൂനെ കാണാണ്ടോന്നറിയില്ല. എപ്പോടെ കാണാം. അതാ അമ്മൂസ്. അയ്യോ നമ്മള് നോക്കുവോ? ഇല്ല. സ്ഥലം മാറാം. പതുക്കെ സ്ഥലം മാറാം. കണ്ടില്ല നമ്മൾ സ്ഥലം മാറുന്നത് അവള് കണ്ടില്ല. കാർ ലോക്കഡാണ് ഗൈസ്. കാർ ലോക്കാണ്. ഇല്ലെങ്കിൽ അതിൻ്റെ ഉള്ളിൽ കയറാറുന്നു. തൽക്കാലം ഇവിടെ കുഞ്ഞിരുന്നാൽ കാണുന്നുണ്ടാവില്ല. നമുക്ക് ഇതേ പോയി സാറ്റ് അടിക്കാം. പിന്നിലൂടെ പോയി സാറ്റ് അടിക്കാൻ നോക്കാം. ഇത് പഴയൊരു ചായ്പാണ്. വേസ്റ്റ് സാധനങ്ങളും അങ്ങനെ കയ്യിലാണ് വയ്ക്കുക. അതിൻ്റെ ഉള്ളിൽ ഞങ്ങൾ ഇടയ്ക്ക് വിളിക്കും. ഓടിപ്പോയി സാറ്റ് അടിക്കാം. സാറ്റ് അടിച്ചു. ലച്ചു കണ്ടു വായോ. അതെ എന്താ ലച്ചോ മണ്ടത്തരം കാട്ടി. ഓക്കെ ഇനിയിപ്പോ എവിടെ വിളിക്ക? അമ്മക്ക് ഒരു സ്ഥലത്ത് വിളിക്കാം. ബാ കളിക്ക്. ആ അമ്മുവിന്റെ പിന്നാലെ അല്ല അമ്മുവിന്റെ പിന്നാലെ പാടി അടിപൊളി സ്ഥലമുണ്ട്. ആ ലച്ചു വേണ്ട. ലച്ചു വേണ്ടാൻ പോവാണ്. നമ്മളിനി പടിപ്പരയിലാണ് ഇപ്പോൾ ഒളിച്ചിരിക്കുന്നത്. ലച്ചുവിൻ്റെ എണ്ണൽ കഴിഞ്ഞു. ചിലപ്പോൾ നോക്കിയാൽ ലച്ചുവിനെ കാണും. ഇതിനെ റോഡാണ്. വണ്ടികളൊക്കെ പോവും. നമുക്ക് നോക്കിയൊക്കെ. കാണില്ല ലച്ചുവിനെ. മറമോ ടാർപ്പായുടെ അങ്ങോട്ടെത്തി. നമുക്കൊരു കാര്യം ചെയ്യാം. ലേശം പിന്നിട്ട് വിളിച്ചിട്ട് ഇതേനെ വിഷ്വൽസ് എടുക്കാം. ലച്ചുത അവിടെ ഉണ്ട്. ഏതോ വാഴയുടെ പിന്നിലോ അങ്ങനെ എന്തോ. ഇതാ കണ്ണു. അവിടെ പിന്നിക്ക് പോകാൻ നോക്കുക തോന്നുന്നു. ഓടിയാലോ.